ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ മോൻ്റെ ബർത്ത്ഡേ നവംബർ 16 അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ടും പിന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് മോനിക്കും മോക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കളറായി പോയി. അത് കൂടാണ്ട് പുറത്തൊന്നും കൂടി എടുക്കണമെന്ന് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അതിനങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ കേക്ക് വേൾഡിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ കേക്കിന് ഓർഡർ ചെയ്യാൻ, അപ്പം പിന്നെ ക്ലാസ് ഉണ്ട് എന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്നു നമ്മൾ കേക്കൊക്കെ നോക്കി. അപ്പം മോക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്നതിൽ ആ മഴവില്ലിൻ്റെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം കളറൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ലഡുവും ജിലേബിയൊക്കെ ഇരിക്കുന്നത് നോക്കി. അങ്ങനെ ഈ കേക്കാണ് കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കട്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ 2 കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 1.5 കിലോ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വെറ്റ്ലാൻഡിലോട്ടാണ് പോയത്. ആറ്റിങ്ങിലാണ് കേട്ടോ വെറ്റ്ലാൻഡിലോട്ട് പോയത്. അങ്ങനെ അവിടെ പോയി ലിഫ്റ്റിൽ കയറിയപ്പോൾ കിഡ്സ് വെയർ അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കും മക്കൾക്കും എടുക്കണം. എനിക്ക് ഷോപ്പിലുണ്ട്. അപ്പം ഡ്രസ് കോഡിനനുസരിച്ചതുണ്ട്. അപ്പം നമ്മൾ ഒരു ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ആ ഡമ്മിയിൽ വിയർ ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞ് നീ എടുക്കുക, ഞാനും നീയായിട്ട് ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മോനിക്ക് സ്യൂട്ട് ടൈപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ നേരെ അവിടെ പോയി. അവിടെ പോയപ്പോഴത്തേക്കും നമുക്ക് സ്യൂട്ട് ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണല്ലോ. ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണ് ഒരു സ്യൂട്ടിലോട്ടങ്ങ് ചെന്ന് കണ്ടു ഗൈസ്. അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ഈ കളർ വേണ്ട, അതിന് ഈ ബ്ലാക്കും വൈറ്റും ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അവരും ആ വിയർ ചെയ്യുന്ന ആ കുട്ടിയും പറഞ്ഞു, സെയിൽസ് ഗേളും പറഞ്ഞു നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോനിക്ക് വിയർ ചെയ്ത് നോക്കുകയാണ്. ഇട്ട് നോക്കി തുടങ്ങിയപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല. നമുക്കൊരു ഷോപ്പുള്ളതല്ലേ, നമുക്കറിയാമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനിക്ക് സെലക്ട് ചെയ്തു ഗൈസ്. അപ്പോൾ അവനെ ഇട്ട് നോക്കിയപ്പോഴേ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാമൊക്കെ റെഡിയാക്കി പുള്ളിക്കാരനെ ആ ചേച്ചി എന്നെ നല്ല സെറ്റാക്കി തന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ വേണം, നമ്മളൊരു ഷോപ്പ് ആകുമ്പോഴത്തേക്കും അങ്ങനെ വേണമല്ലോ. അങ്ങനെ അവനിക്ക് എല്ലാമൊക്കെ സെറ്റാക്കി നല്ല അടിപൊളിയാക്കി. അപ്പം നമുക്കത് തന്നെ ഇഷ്ടപ്പെട്ടു. ഈ സെലക്ഷനിൽ തന്നെ നമ്മളത് സെറ്റാക്കി വെച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് എടുക്കാനാണ് കേട്ടോ. മോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാച്ച ടൈപ്പാണ് അവരെടുത്തിടുന്നത്. അപ്പോൾ എനിക്ക് ഈ ലാച്ച ടൈപ്പൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ വെസ്റ്റേൺ ടൈപ്പായിട്ടുള്ള ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഒരു പലാസോയും ബനിയനും കൂടി എടുത്തു കേട്ടോ. സെപ്പറേറ്റ് ആണ്. പിന്നെ മോനിക്കുള്ളത് കുറച്ച് അവനിക്ക് എക്സ്ട്രാ ഐറ്റംസൊക്കെ വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു ഗൈസ്. അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്തിട്ട് നമ്മൾ സത്യത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഷോപ്പ് ക്ലോസ്ഡ് ആക്കി. ഫ്രണ്ട് ഷട്ടർ ഇട്ടു. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഷോപ്പ് ഞങ്ങൾക്ക് അടച്ചിട്ടേ ഞങ്ങൾക്ക് എവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് സമാധാനിപ്പിക്കും. അങ്ങനെ 9:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.